കാലചക്രത്തിന്റെ പ്രവാഹത്തിൽ ഓരോ മാസവും ഓരോ നക്ഷത്ര ജാതർക്കും പുതിയ പാഠങ്ങളും അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത്. 2026 എന്ന വർഷം അതിന്റെ 3-ാം പാദത്തിലേക്ക് കടക്കുമ്പോൾ ആകാശമണ്ഡലത്തിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം ഏറെ നിർണായകമാണ്. ശുക്രൻ അധിപനായ നക്ഷത്രമാണ് ഭരണി. സൗന്ദര്യത്തിന്റെയും ആഡംബരത്തിന്റെയും കലയുടെയും പ്രതീകമായ ശുക്രന്റെ സ്വാധീനമുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ഭരിക്കാനുള്ള കഴിവ് ജന്മനാ തന്നെ ഉള്ളതാണ്. മേടക്കൂറിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർ അഗ്നിതത്വമുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമാണ്. നാം 2026 മാർച്ചിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകൃതി അതിന്റെ ഭാവം മാറുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ചില സുപ്രധാന മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. മാനസികമായ അസ്വസ്ഥതകൾക്കും തടസ്സങ്ങൾക്കും ഈ മാസം ഒരു പരിധിവരെ വിരാമമാകും. വസന്തത്തിന്റെ വരവറിയിക്കുന്ന ഈ കാലയളവ് ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കർമ്മപഥത്തിൽ പുതിയ വിത്തുകൾ പാകാൻ അനുയോജ്യമായ സമയമാണ്. വിവേകവും വികാരവും ഒരേപോലെ ഒത്തുചേരുന്ന ഈ മാസത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ ജീവിതത്തിന്റെ വരുംകാലത്തെ ഏറെ സ്വാധീനിക്കും. സാമ്പത്തികമായി നോക്കിയാൽ ഒരു വശത്ത് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുമ്പോൾ മറുവശത്ത് അപ്രതീക്ഷിതമായ ചിലവുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കുന്ന ഒരു മാസമാണ് മാർച്ച്. എന്നാൽ വിജയത്തിനിടയിലും ശത്രുക്കളെയും അസൂയാലുക്കളെയും തിരിച്ചറിയേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകളുടെ പാഠങ്ങൾ പയറ്റേണ്ടി വരുമെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ സ്നേഹവും കരുതലും നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറും. ആത്മീയ കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഉണർവ് അനുഭവപ്പെടും. ലൗകിക ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ചില നിമിഷങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുന്നു. പൂജകൾക്കും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഈ മാസം നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തും. ഇത് നിങ്ങളുടെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ മാസഫലം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നക്ഷത്രഫലങ്ങൾ എന്നത് വരാനിരിക്കുന്ന സാധ്യതകളെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ്. അവയെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് കരുതലോടെ മുന്നോട്ട് നീങ്ങിയാൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവുകളും ആത്മവിശ്വാസവും കൈവിടാതെ ഈ മാസത്തെ നേരിടുകയാണെങ്കിൽ 2026 മാർച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഭരണി നക്ഷത്രക്കാരുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വിശദമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ മാറ്റങ്ങളെ എങ്ങനെയൊക്കെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്നും ഏതൊക്കെ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും നമുക്ക് പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ 2026 മാർച്ച് മാസം വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതയുണ്ട്. മാസത്തിന്റെ ആദ്യ പകുതിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടാകും. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള അസൂയയോ മത്സരബുദ്ധിയോ നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ഈ മാസം ലാഭകരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ 2-ാം പകുതി കൂടുതൽ അനുയോജ്യമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. കമ്പ്യൂട്ടർ, IT, കല, ഡിസൈനിങ്, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ ജോലിസ്ഥലത്ത് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. മേലധികാരികളുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നത് കരിയറിന് ഗുണം ചെയ്യും. അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്നത് പിന്നീട് പരാജയങ്ങൾക്ക് കാരണമായേക്കാം. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ മാർച്ച് മാസം നിങ്ങൾക്ക് ആശ്വാസകരമാണ്. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ മാസം സംജാതമാകും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ ഉള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുമ്പോൾ വിവേകപൂർവ്വം പ്രവർത്തിക്കുക. അമിത ലാഭം പ്രതീക്ഷിച്ച് അപരിചിതമായ പദ്ധതികളിൽ പണം മുടക്കരുത്. വീട്ടിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. ഇത് സന്തോഷകരമായ ചെലവായതുകൊണ്ട് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. എങ്കിലും ആഡംബര വസ്തുക്കൾക്കായി പണം ദൂർത്തടിക്കുന്നത് നിയന്ത്രിക്കണം. ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ മാസമായിരിക്കും മാർച്ച്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ പേരിൽ പുതിയ സമ്പാദ്യങ്ങളോ വസ്തുവകകളോ വാങ്ങാൻ ഈ മാസം അനുകൂലമാണ്. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അവരുടെ പഠന കാര്യത്തിലോ കരിയറിലോ ഉണ്ടാകുന്ന പുരോഗതി കുടുംബത്തിന് അഭിമാനമാകും. വിവാഹപ്രായമെത്തിയ ഭരണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാനും വിവാഹം ഉറപ്പിക്കാനുമുള്ള സാധ്യത ഈ മാസം വളരെ കൂടുതലാണ്. പ്രണയിക്കുന്നവർക്ക് അത് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അനുകൂലമായ സമയമാണിത്. കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനം വർദ്ധിപ്പിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. കുടുംബാംഗങ്ങളോടൊപ്പം ചെറിയ യാത്രകൾക്കോ വിനോദങ്ങൾക്കോ സമയം കണ്ടെത്തും. ബന്ധുജനങ്ങളുടെ സന്ദർശനം വീട്ടിൽ സന്തോഷം നിറയ്ക്കും.
എങ്കിലും കുടുംബത്തിലെ മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്താഗതികൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം. വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളുന്നത് കുടുംബത്തിലെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുമെങ്കിലും മാർച്ചിൽ അത് വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ തീർത്ഥാടനങ്ങൾ നടത്താനോ അവസരം ലഭിക്കും. വീട്ടിൽ പൂജകളോ പ്രാർത്ഥനകളോ നടത്തുന്നത് പോസിറ്റീവ് ഊർജം നൽകും. ജാതകപ്രകാരം ദേവി ഉപാസന ഗുണകരമായ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം ഭദ്രകാളി ക്ഷേത്ര ദർശനമോ ലളിതാ സഹസ്രനാമ ജപമോ ഉത്തമമാണ്. മന്ത്രജപം, ധ്യാനം എന്നിവയ്ക്കായി സമയം കണ്ടെത്തുന്നത് ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കും. ജീവിതത്തിലെ പ്രയാസകരമായ ഘട്ടങ്ങളെ ശാന്തതയോടെ നേരിടാൻ ആത്മീയ ചിന്തകൾ നിങ്ങളെ സഹായിക്കും. ജോലിഭാരവും കുടുംബ ഉത്തരവാദിത്തങ്ങളും കാരണം ഇടയ്ക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. ഉറക്കക്കുറവ് വരാതെ ശ്രദ്ധിക്കണം. യോഗയും പ്രാണായാമവും ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. അനാവശ്യമായ ചിന്തകൾ ഉപേക്ഷിച്ച് പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം വായനയിലോ മറ്റു വിനോദങ്ങളിലോ ഏർപ്പെടുന്നത് മാനസിക സന്തോഷം നൽകും. ആരോഗ്യകാര്യത്തിൽ 2026 മാർച്ച് മാസം പൊതുവെ ഗുണകരമാണ്. എങ്കിലും ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ അലർജി പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. മാസത്തിന്റെ അവസാന പകുതിയിൽ നേരിയ തോതിൽ ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന മാസമാണിത്. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പരീക്ഷകളിൽ വിജയിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണെങ്കിലും ഫലം അനുകൂലമായിരിക്കും. അധ്യാപകരുടെ പിന്തുണ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. തൊഴിൽ സംബന്ധമായും വിനോദപരമായും യാത്രകൾ നടത്തേണ്ടി വരും. ഈ യാത്രകൾ വഴി ഗുണകരമായ പല ബന്ധങ്ങളും ഉടലെടുക്കും. എന്നാൽ യാത്രക്കിടയിൽ വിലപ്പെട്ട രേഖകളോ സാധനങ്ങളോ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. രാത്രികാല യാത്രകൾ പരമാവധി കുറയ്ക്കുന്നത് നന്നായിരിക്കും. മാർച്ച് 2ാം വാരം അല്പം ജോലിഭാരം വർദ്ധിച്ചേക്കാം. എങ്കിലും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കോ ആയി പണം ചെലവാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. 3ാം വാരം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ലഭിക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. മാസാവസാനം ഏറ്റവും തിരക്കുള്ള സമയമായിരിക്കും. യാത്രകൾ വേണ്ടിവരും. സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പിന്തുണ വലിയ ആശ്വാസമാകും. ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിതമായി ജീവിക്കാൻ ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാർ സത്യം മുഖത്തു നോക്കി പറയുന്നവരാണ്. എന്നാൽ അത് പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് ശത്രുത ഒഴിവാക്കാൻ സഹായിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കണം. ഏതു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കാതെ സാവധാനം തീരുമാനങ്ങൾ എടുക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കുക. കയ്യിൽ പണം വരുമ്പോൾ അത് അനാവശ്യമായി ചെലവാക്കാതെ ഭാവിയിലേക്ക് കരുതി വെക്കുക. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. പതിവായി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുക്രന്റെ പ്രീതിക്ക് ഗുണകരമാണ്. സാധ്യമാണെങ്കിൽ നിർധനരായ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ സഹായങ്ങൾ നൽകുക. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും വഴിതെളിക്കുന്ന ഒന്നാണ്. ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്വന്തം കഴിവും ആത്മവിശ്വാസവും ഉപയോഗിച്ച് അവയെ മറികടക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണയും ദൈവാനുഗ്രഹവും കൂടെയുള്ളതിനാൽ ഈ മാസം നിങ്ങൾക്ക് സംതൃപ്തി നൽകും. തൊഴിൽ രംഗത്തെ മത്സരങ്ങളെ പോസിറ്റീവായി കാണുക. ബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല.